നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രമേശ, ഇന്ന് വളരെ തിരക്ക്, ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഫീൽഡ് ഇറങ്ങുവാൻ ഒരുപാട് പേര് ഇൻ്റർവ്യൂ എടുക്കാം, പക്ഷേ അത് പറ്റാത്ത സാഹചര്യം ഇങ്ങോട്ട് വരും. ഈ സ്ഥാനാർത്ഥികൾ അവരുടെ സൗകര്യം നോക്കി എടുക്കുന്ന മാത്രമല്ല, ആ സമയത്ത് വരത്തുമില്ല. കാരണം ഇവർ ഈ പദ്ധതിയുണ്ട്, ഇതിപ്പോൾ CPJ അവരുടെ പ്രചരണ പരിപാടികൾക്കിടയിൽ ഇതിൻ്റെ പരിപാടി എത്തിച്ചു. രാവിലെ മാത്രമേ സമയമുള്ളൂ. അതിനിടയിൽ ഇന്ന് എനിക്ക് ഒരു വളരെ രസകരമായ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയതാണ്. പിണറായി വിജയൻ്റെ ഇരകളുടെ സംഗമം. അപ്പോൾ ക്രൈം നന്ദകുമാർ, മറ്റേ KN ഷാജഹാൻ, പുറത്തും ആളുകളുണ്ട്, എല്ലാ ആളുകളുണ്ട്. മാത്രമല്ല, ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് മറ്റേ കണ്ണൂരിലെ പിള്ളേരില്ലേ, നമ്മുടെ വീണ ജോർജിൻ്റെ ആ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി പങ്കെടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചോടി വന്ന് അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ്. എന്തായാലും ആയിക്കോട്ടെ, ഇന്ന് അതുകൊണ്ട് എനിക്ക് കാര്യ വാർത്ത ഇന്നെന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ്? ഇന്നത്തെ SDP തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. അതെന്താണ് SDP? ഞാൻ ചോദിക്കുന്നത് BJP ആയിട്ട് ഡീൽ എന്നായിരുന്നല്ലോ ഈ സംഭവത്തിന് തുടക്കത്തിൽ. പിന്നെ ഇത് പെട്ടെന്ന് അത് SDP-ലേക്ക് മാറി. അതെന്തൊരു വല്ലാത്ത ട്വിസ്റ്റ് ആണല്ലോ. SDP എന്ന് പറഞ്ഞാൽ മുസ്ലിം ഒരു സമുദായത്തിൻ്റെ വോട്ടുകൾ CPM-ന് വളരെ അനിവാര്യതയെ അത്യന്താപേക്ഷിതമാണെന്നാണ് CPM വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കഴിഞ്ഞ നിയമസഭ തന്നെയുള്ള ആവശ്യത്തിന് അവർക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് അവർക്ക് അതിന്റെ മുമ്പിലെ തവണ അവർക്ക് ആ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിരുന്നു. കാര്യം പിണറായി വിജയൻ ഉണ്ടായിരുന്ന ചില വ്യക്തിബന്ധങ്ങൾ കാരണമാണ് ഇതെല്ലാം. മാത്രമല്ല, അവർ ഒരു തീവ്ര ഒരു ലെഫ്റ്റ് ലൈനായിരുന്നു, ലെഫ്റ്റ് ഇസ്ലാമിക് ലൈനായിരുന്നു. അതെ അതെ. പക്ഷെ മാറി. ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. അതേപോലെ മുസ്ലിം ലീഗിന് അധികാരമില്ലാതെ 2 ടേം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അധികാരം അവർക്കുണ്ടാവണമെന്ന ഒരു ബോധ്യത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം അവർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അവിടെ വലിയ മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CPM-ന് അവരുടെ കുറച്ചെങ്കിലും വോട്ടുകൾ വേണം, അത് പല സ്ഥലത്തും ജയിക്കാൻ. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് അപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇവര് ഈ മുസ്ലിം വോട്ട് നഷ്ടപ്പെടട്ടെ എന്ന് കരുതി തന്നെയല്ലേ വെള്ളാപ്പള്ളിയെ വെച്ച് നടിച്ചതും, ഇവർ മലപ്പുറത്തിനെതിരെ പരസ്യം കൊടുത്തതും ഹിന്ദു വാർത്ത കൊടുത്തതും കംപ്ലീറ്റ്ലി ഒരു മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർവം ചെയ്ത തരത്തിലല്ലായിരുന്നു അവർ ചെയ്തത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭരണവിരുദ്ധത ഉണ്ടാകുമെന്ന് ഇവരാരും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയ അറിയാം, ഭരണവിരുദ്ധത വളരെ ശക്തമാണ്. ഈ ഭരണവിരുദ്ധത ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ പോകുന്ന ഹിന്ദു വിഭാഗമായിരിക്കും. അവരാണ് എപ്പോഴും ഈ മറ്റേ ആരും അവിടെയാണ് കൂടുതൽ നിഷ്പക്ഷ വോട്ടുകൾ. അപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമ്പോൾ ആ വോട്ടുകൾ CPM-ന് കിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ കണ്ണൂരിലൊക്കെ ഉള്ള അവർക്കിടയിലെ വിമത പ്രശ്നങ്ങൾ, ആലപ്പുഴയിൽ സുധാകരൻ പോകുന്നു, ഇതെല്ലാം അവരുടെ കോട്ടകളിൽ തന്നെ. ഇന്ന് ഞാൻ CP ജോണോട് സംസാരിച്ചപ്പം ജോൺ പറഞ്ഞൊരു കാര്യം, ഈ MV രാഘവന്റെ തൊട്ട് പിന്നാലെ CP ജോൺ അടക്കമുള്ളവരെല്ലാം പാർട്ടി വിട്ടല്ലോ. അപ്പോൾ MV രാഘവനെ പുറത്താക്കുമ്പം CPM EMS-ന്റെ വിചാരം എന്ന് പറയുന്നത് അതോടെ കഴിഞ്ഞെന്നുള്ളതാണ്. അതിനുശേഷം CPM-നുടെ ഏറ്റവും വലിയ ഷോക്കാണ് ഈ KT ഗോവിന്ദന്റെ വരവെന്ന് പറയുന്നത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഒരു നേതാവ് ആദ്യമായിട്ടാണ് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് അദ്ദേഹം ഒരു നേതാവാണെന്ന്. അതെ, മറ്റേ പുള്ളി പോലെ TP-യെ പോലും സമ്മതിച്ചിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ അവിടെ പയ്യന്നൂര് പുള്ളിയൊന്നും ഒരു നേതാവാണ്. TP-യെ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിച്ചില്ല. പക്ഷേ അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ 2 പേര് കണ്ണൂരിൽ നിന്ന് മാറി വരുന്നുണ്ട്. മറ്റേ കുഞ്ഞികൃഷ്ണനെ പുള്ളി ഒരു നേതാവായി അംഗീകരിക്കുന്നില്ല, പക്ഷെ പറയുന്നുണ്ട് ഗോവിന്ദൻ ഒരു നേതാവാണ്, അത് വളരെ കോറ് സ്ഥലത്തുള്ള ആളാണ്. അല്ല, എന്നോട് ഇന്ന് പറഞ്ഞു ഷോക്കായിപ്പോയെന്നാണ് KT ഗോവിന്ദൻ്റെ. ഒരിക്കൽ പോലും KT ഗോവിന്ദൻ, കാരണം പുള്ളി സ്വാത്വികനായ ഒരു രാഷ്ട്രീയക്കാരനാണ്, വളരെ സീനിയറാണ്, എല്ലാവർക്കും പുള്ളിയോട് വലിയ ആദരവാണ്. പുള്ളി ഒരിക്കലും ഒരു വിചാരിച്ച പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. അപ്പം ഞാൻ ചോദിക്കേണ്ടത്, ഈ ഒരു മാറ്റം തിരിച്ചറിഞ്ഞിട്ടായിരിക്കും എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കുക. കുറെ മുസ്ലിം വോട്ട് വന്നാലേ പറ്റൂ. ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ജില്ലകളിൽ ഈ മുസ്ലിം വോട്ട് അനിവാര്യതയായി മാറിയിരിക്കുകയാണ് ജയിക്കാൻ. ഇപ്പോഴത്തെ CPM ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേ വിമതന്മാര് വോട്ട് കൊണ്ടുപോകുന്നവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു. ഇപ്പൊ SDP ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കാവുന്നത്. SDP ഒരു 30ഓളം സീറ്റിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. SDP പറയുന്നതനുസരിച്ച് ബാക്കി എല്ലായിടത്തും LDF-ന് വോട്ട് ചെയ്യുന്ന തരത്തിലാണ് അവർ പറയുന്നത്. പക്ഷെ അവരതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നേമത്തെ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നേമത്ത് കൊടുക്കും എന്നുള്ളതാണ് അവരുടെ. കഴിഞ്ഞ തവണ നേമത്തെ SDP-യുടെ വോട്ട് നേമത്ത് കഴിഞ്ഞ തവണ നമ്മൾ അവിടുത്തെ പോളിംഗ് വിലയിരുത്തിയാൽ മുഴുവൻ മുസ്ലിം വോട്ടും ശിവൻകുട്ടിക്കാണ് കിട്ടിയത്. ഒരു 98% മുസ്ലിം വോട്ടും. എത്ര 10-15 വോട്ടുണ്ടോ? 20,000-ഓളം വോട്ടുണ്ട് മുസ്ലിം വോട്ട്. അതെ, ഒരു ബൾക്കായിട്ട് കിട്ടിയാൽ അവിടെ ജയിക്കാൻ പറ്റും. അതിന്റെ തൊട്ട് മുമ്പിലത്തെ ഇലക്ഷനിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായില്ല. കുറച്ച് വോട്ടൊക്കെ സുരേന്ദ്രൻപിള്ളയാണെങ്കിൽ ഒരു 3000 വോട്ടൊക്കെ സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ ഈ BJP ജയിക്കും, കുമ്മൻ രാജശേഖരനാണ് ജയിക്കുമെന്നൊരു ബോധപൂർവമായ ക്യാമ്പയിൻ ഉണ്ടായി. കാര്യം രാജഗോപാൽ ജയിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളെല്ലാം ശിവൻകുട്ടിയിലേക്ക്
കേന്ദ്രീകരിക്കപ്പെട്ടു. അല്ല, ഇത്തവണ അത് സംഭവിക്കത്തില്ല. കാരണം ശബരിനാഥ് എന്തായാലും ജയിക്കത്തില്ല. ഇത്തവണത്തെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനായിട്ട് മത്സരിച്ച കെ മുരളീധരനാണ്. അപ്പം ഹിന്ദുക്കളുടെ കെ മുരളീധരൻ ജയിക്കുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ അധികം ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് നായർ സമുദായ അംഗങ്ങൾ കർണാൻ അവിടെ മത്സരിച്ചിട്ടുള്ളതാണ് നേമത്ത്. കർണാന് വ്യക്തമായ ശക്തമായ വേരുകളുള്ള ഒരു മണ്ഡലമാണ്. ഇവരെല്ലാം കെ മുരളീധരനെ വോട്ട് ചെയ്തിരുന്നു. കെ മുരളീധരൻ ഈ നായർ വോട്ടും മുസ്ലിം വോട്ടും കൊണ്ട് ജയിക്കുമെന്നൊരു ധാരണയിലാണ് അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ നടന്നത്. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിക്കാണ് മൊത്തം കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട സുരേന്ദ്രപിള്ളയ്ക്ക് എനിക്ക് തോന്നുന്നു 14,000 വോട്ടോ എന്താ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഒരു 25,000 30,000 ഇടയിൽ വോട്ട് മുരളീധരൻ കൂട്ടി. പക്ഷേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളിക്ക് അത് ജയത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തത്. അതോടെ തന്നെ അന്ന് മുസ്ലിം വോട്ട് കിട്ടി ജയിച്ചു പോയനെ. ഈ ശിവൻകുട്ടി കിട്ടിയ അത്രയും മുസ്ലിം വോട്ട് മുരളീധരനായിരുന്നെങ്കിൽ ജയിച്ചു പോയനെ. പക്ഷേ ശിവൻകുട്ടി വളരെ രഹസ്യമായിട്ടാണ് ഇത് അത്തവണ ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ ഇത്തവണ പരസ്യമാവുന്നു. അപ്പം അവിടെയുള്ള ഹിന്ദു വോട്ടർമാർക്ക് ഓപ്ഷൻ ഇല്ല. അവർക്ക് ശബരിനാഥ് എന്ന് പറയുന്ന ഓപ്ഷൻ അത്ര വരത്തില്ല. ഈ വോട്ടുകൾ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും. അപ്പൊ ഒരുപക്ഷെ ഈ SDPIയുടെ പരസ്യമായ പിന്തുണ ശിവൻകുട്ടി കിട്ടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനും ഗുണം ചെയ്യും. തീർച്ചയായും ഗുണം ചെയ്യും. കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ നല്ല കാൻഡിഡേറ്റ് ആണ്. ഈ പറയുന്ന എല്ലാവരേക്കാൾ നല്ല കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ പോലും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വ്യക്തമായ ലീഡുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെ വോട്ട് ചെയ്ത വോട്ടർമാർ അവിടെ ഉണ്ട്. അതെ, അവരെന്തായാലും ചെയ്യും. അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. രാജഗോപാൽ എങ്ങനെയാണ് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നതെന്ന് വെച്ചാൽ അതിന് മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് രാജഗോപാൽ ഭൂരിപക്ഷം നേടിയിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥി കെ മുരളീധരൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ജയിക്കുമോ എന്ന് പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അവർക്കില്ല. അപ്പം ഇവിടെയോ മഞ്ചേശ്വരത്തോ? മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ സുരേന്ദ്രന് ഗുണകരമായിരുന്നു. പിൻവലിക്കുമ്പോഴോ? മഞ്ചേശ്വരത്ത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമല്ല, അവിടെ മതമാണ് പ്രധാനമായി നടക്കുന്നത്. CPMന്റെ കുറെ സംഘടനാ വോട്ടുകൾ CPMന് കിട്ടും. ബാക്കി 2 മുസ്ലിങ്ങളെല്ലാം അവിടെ വോട്ട് ചെയ്യും, BJPക്ക് വോട്ട് ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം സമുദായത്തിന് അവിടെ ചെറിയൊരു നേരിയ മുൻതൂക്കം ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. ഈ ഘട്ടത്തില് SDPIയുടെ ഒരു 2,000-3,000 വോട്ടെങ്കിലും CPM സ്ഥാനാർത്ഥിക്ക് മഞ്ചേശ്വരത്ത് കിട്ടിയാൽ അവിടെ എപ്പോഴും ചെറിയ മാർജിനിലാണ് ജയിക്കുന്നത്. കെ സുരേന്ദ്രൻ 89, 950, കഴിഞ്ഞ 850 വോട്ടിനൊക്കെ. അപ്പൊ ഒരു 3,000 വോട്ട് SDPIയുടെ വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടാണല്ലോ. ഇത് CPMന് കിട്ടുകയാണെങ്കിൽ അവർക്ക് 8,000-ഓളം കേഡർ വോട്ടുണ്ടെന്നാണ് മഞ്ചേശ്വരത്ത് പറയുന്നത്. ഈ പ്രസ്താവനകൾ SDPI നടത്തുന്ന പ്രസ്താവനകളൊക്കെ വളരെ ആത്മഹത്യയുള്ളതാണ്. ആ വോട്ടുകൾ CPMനാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കെ സുരേന്ദ്രൻ ജയിക്കും. ഒരുപക്ഷെ നമ്മുടെ നിയമത്തിനേക്കാൾ സാധ്യത അവിടെ ഉണ്ടാവും. കാര്യം നിയമത്ത് കുറച്ച് രാഷ്ട്രീയമുണ്ട് അവിടെ. പക്ഷേ ഞാൻ അപ്പോഴൊരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയായ ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. അപ്പൊ അവർ ആ റിസ്ക് എടുത്ത് CPI സ്ഥാനാർത്ഥി കൂട്ടിയാൽ പോകും. 3ാം സ്ഥാനത്ത് വരാനാണ് ഞാൻ പറഞ്ഞത്. SDPI എന്ന് പറയുന്ന കേഡർ വോട്ടുകൾ അവര് പറയുന്നത് എന്താണ്? UDF വഞ്ചിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മളെ പരസ്യമായി തള്ളി പറഞ്ഞു. അതുകൊണ്ട് VD സതീശന് അഹങ്കാരത്തിന് പണി കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വാചകങ്ങളിൽ ആത്മാർത്ഥതയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന മഞ്ചേശ്വരത്ത് നിയമത്വമായിരിക്കും. അതിൻ്റെ അകത്തൊരു ശരിയുണ്ട്. അതായത് SDPI നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്തുണയല്ല. അവർക്ക് പിന്തുണയുണ്ട്, അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്, പണമുണ്ട്, ജനപിന്തുണയുണ്ട്, നല്ല പിന്തുണയുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി. പക്ഷേ ലീഗ് അവിടെ ഒരു വടവൃക്ഷമായി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ലീഗ് SDPI വളരാൻ അനുവദിക്കത്തില്ല. ഈ മാണിയുടെ കാലത്ത് കേരള കോൺഗ്രസും തമ്മിൽ പ്രശ്നം. കേരള കോൺഗ്രസ് മാണിയുടെ ശക്തി കൊണ്ട് പിടിച്ചു നിന്നതാണ്. പക്ഷേ കേരള കോൺഗ്രസ് വളരരുത് എന്ന് കോൺഗ്രസ് നിർബന്ധമായിരുന്നു. അപ്പം മാണി സാറ് മരിച്ചതിന് ശേഷം ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കിയത് പോലും കേരള കോൺഗ്രസിന് ഇല്ലാതാക്കണം. ഇതിന് SDPI വളർന്നാൽ ഈ യുവാക്കൾക്കിടയിൽ SDPIക്ക് സ്വാധീനം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ലീഗിന് പ്രശ്നമാവുകയും. അതുകൊണ്ട് ലീഗ് SDPI എപ്പോഴും ചവിട്ടി നിർത്താണ്. അപ്പോൾ SDPI നേരിടുന്ന പ്രതിസന്ധി എന്താ വെച്ചാൽ ലീഗിൻ്റെ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ UDFൽ അവർക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വലിയൊരു വോട്ട് ബാങ്ക് ആയിട്ട് കൂടി ഇവിടെ പല സമുദായങ്ങളെക്കാൾ പല സമുദായ നേതാക്കളെ വോട്ട് ബാങ്ക് ആയിട്ട് കൂടി ഒരിക്കലും UDF അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന അതാവാം ഇതിൻ്റെ ഒരു ശാസ്ത്രം. ഇവര് തന്ത്രപരമായി CPMനെ പിന്തുണച്ച് BJP ജയിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന, ഉദാഹരണം മഞ്ചേശ്വരത്ത് ആയിക്കോട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടെന്ന ആശങ്കയുണ്ട്. ഈ ആശങ്ക സീരിയസ് ആയിട്ട് എടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഉദാഹരണത്തിന് മഞ്ചേശ്വരത്ത് ഇവരെ സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ തന്നെ പാണക്കാട് തങ്ങളടക്കമുള്ള ഇവരോട് സംസാരിച്ചു. ഇതിനു മുമ്പ് ഇവരോട് സംസാരിക്കുമായിരുന്നില്ല. അന്ന് അവർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മതേതര പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു, സന്തോഷമുണ്ടെന്ന്. അപ്പം ഇവരൊരു ബാർഗെയിനിങ്ങിൻ്റെ ഭാഗമായി ഒരുപക്ഷെ BJP ജയിക്കട്ടെ, SDPI 2 തവണ 2-3 സീറ്റ് BJP ജയിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ
SDPIക്ക് അംഗീകാരം കിട്ടുമെന്നും UDF-ലേക്ക് പോകേണ്ടി വരുമെന്നൊരു സാധ്യതയായിരിക്കും ഇപ്പൊ വിചാരിക്കുന്നത്. തന്നെ ഈ പിണറായി വിജയനൊക്കെ വോട്ട് വേണ്ടെന്നൊക്കെ പരസ്യമായി പറയാതെ SDPIക്ക് ഒരു ഭാഗിക അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ ഭാവിയിൽ മുസ്ലിം ലീഗിന് SDPIയെ വിളിച്ചാലും ഒരു കുഴപ്പമില്ല, വിളിക്കാം. അവരാ ഒരു പിന്തുണ പ്രഖ്യാപിക്കല്ലേ. പക്ഷെ അത് മുസ്ലിം ലീഗിന് അപകടമാണ്. കാരണം SDPI ശക്തിപ്പെടും. പക്ഷേ SDPIയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആൾക്കൂട്ടുണ്ട്, അംഗീകാരമില്ല. അത് അവർക്ക് സഹിക്കാനേ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവരൊരു ആൾക്കൂട്ടം അംഗീകാരം ഉണ്ടായിരുന്ന മദനി PDP മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിൽ അതാണ് അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. മദനിയെ അംഗീകരിച്ചിരുന്നെങ്കിൽ BJPയുടെ കൂട്ടുപോലും കൂടിയെന്നാണ്. അത് തന്നെയാണ്, അങ്ങനെയാണല്ലോ മറ്റ് സംസ്ഥാനങ്ങൾ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് മദനിയെ അവർ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ മദനി ലീഗിനേക്കാൾ വളർന്നു പോയത്. കാരണം ഈ പുതിയ തലമുറയ്ക്ക് ഈ തീവ്രവാദത്തോട് അല്ലെങ്കിൽ ശക്തമായി പറയുന്ന പ്രസംഗങ്ങൾ ഹിന്ദുക്കൾ പോലും പോയി കേൾക്കുന്ന ഒരു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് പിണറായി വിജയൻ തന്ത്രപരമായി SDPI, അപ്പൊ പിണറായി വിജയന്റെ പ്രഖ്യാപനം BJP ജയിക്കട്ടെ എന്നുള്ളതാണ്. അതിനോട് SDPI കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ SDPI BJP പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരുന്നത്. അത് ലോങ് ടേമിൽ SDPIക്ക് അംഗീകാരം ഒരു സ്പേസും കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ വേങ്ങരയുടെ കാര്യം ഞാനത് കഴിഞ്ഞ് പരീക്ഷിച്ച് നോക്കി. വേങ്ങരയിൽ വന്നിരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥി പഴയ SDPIയുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് SDPIയുടെ സ്ഥാനാർത്ഥി മത്സരിച്ച ആളാണ്. അപ്പോൾ ആലോചിച്ചു, ഒരു സീറ്റ് അങ്ങ് കൊടുത്തു. അങ്ങനെ ഒരു സീറ്റ് കൊടുത്തിട്ട് ആ സീറ്റിലൂടെ SDPI ശരിക്കും ഒരു ബലമേശൽ വന്നിരിക്കുകയാണ്. അപ്പം പക്ഷെ ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ BJPയെ സഹായിക്കും നിങ്ങൾ കരുതുന്നത്? ഞാൻ പറഞ്ഞില്ലേ, മഞ്ചേശ്വരത്തും പാലക്കാടും നേമത്തുമായിരിക്കും ഇത് BJPക്ക്. പാലക്കാടും അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ? അതെ. അതേപോലെ തന്നെ പൂഞ്ഞാറ് പക്ഷേ അവിടെ സിറ്റിംഗ് LDF ആണ്. അതുകൊണ്ട് അവിടെ വലുതായിട്ട് പ്രതിഫലിക്കില്ല, പറയാൻ പറ്റത്തില്ല. കാരണം PC ജോർജ് വീണ്ടും രംഗത്ത് വന്നു. ഞാൻ പൂഞ്ഞാറ് മണ്ഡലംകാരനാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ തവണ ഈരാറ്റുപേട്ടയിലെ വോട്ടെല്ലാം LDFനായിരുന്നു. ഇക്കുറി പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ UDFന്റെ സ്ഥാനാർത്ഥി ഒരു അഡ്വക്കേറ്റ് സജിയാണ്. അദ്ദേഹം അവിടെ ഈ ഈരാറ്റുപേട്ടയിലൊരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലൊരു അജ്മി ഫുഡോ അങ്ങനെ കണ്ടൊരു പേരുള്ള ഒരു സാധനമുണ്ട്. ഇത് ഈ ക്രിസംഖ്യകൾക്ക് വലിയ കലിപ്പുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരുടെ സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണ് ഈ ക്രിസ്ത്യൻ നാമധാരിയായ UDF സ്ഥാനാർത്ഥി എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ മുസ്ലിം വോട്ട് അങ്ങേർക്ക് പോയെന്ന് വരാം. അത്തരമൊരു സാഹചര്യം. മാത്രമല്ല ജോർജിന്റെ നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല. ജോർജ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച രണ്ടാമത്തെ കൂടുതൽ BJPയുടെ സീറ്റ് വോട്ടുകളുണ്ടല്ലോ. അല്ല, കഴിഞ്ഞതിന്റെ മുമ്പിലെ തവണ പുള്ളി ഒറ്റയ്ക്ക് ജയിക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് അല്ല, അപ്പോൾ SDPയുടെ പിന്തുണയുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ തവണ ജയിക്കുമ്പോൾ SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയുണ്ട്. കാരണം പുള്ളിയായിരുന്നു ഓർമ്മയിൽ ഡൽഹിയിൽ പോപ്പുലർ ഫ്രണ്ട് തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ട് യോഗം നടത്തിയപ്പോൾ പുള്ളിയായിരുന്നു ഉദ്ഘാടനം. അപ്പം അത് വീണ്ടല്ല. കാരണം ഏതാണ്ട് 30,000-ഓളം മുസ്ലിം വോട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ജോർജിനായിരുന്നു. ജോർജ് ഈരാറ്റുപേട്ട താമസിക്കുന്നു. ഈരാറ്റുപേട്ട മുസ്ലിങ്ങളുടെ പ്രവാചകനായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ PC ജോർജ് പിടിച്ച അത്രയും വോട്ട് ഇത്തവണ PC ജോർജ് പിടിച്ചാൽ ഉറപ്പായിട്ട് PC ജോർജ് ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സാധ്യതയുണ്ട്, അത്രയും വോട്ട് സാധ്യതയുണ്ട്. ആകപ്പാട് ജോർജിനോട് ഒരു കുഴപ്പം, ജോർജിന് തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം നിയന്ത്രിച്ചിരുന്ന മകൻ ഷോൺ ആയിരുന്നു. അവൻ ഇത്തവണ പാലയെ മത്സരിക്കും. അത് മാത്രമാണ്. അതേപോലെ പൂഞ്ഞാർ എന്ന് പറയുന്ന മണ്ഡലത്തില് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നേതാവാണ്, വലിയ നേതാവാണ്. പക്ഷെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവർക്ക് ആ വലിയ നേതാവില്ല. അതിന്റെ കുറവുകൾ അവിടെ കാണും, അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ അവിടുത്തെ ആളുകൾക്ക് കല്യാണത്തിനായാലും PC ജോർജ് നിറഞ്ഞു വരുന്നു. ഈ 5 കൊല്ലം പുള്ളി ഒന്നിനും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ കുറവ് അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മാനസികമായ ഒരു മാറ്റം ഉണ്ടാവും. ഈ മാറ്റവും PC ജോർജിന് കുറച്ച് വോട്ടുകൾ കൊടുക്കും. നമുക്ക് കുറച്ചും കൂടെ ഒരു ശക്തനായ MLA വേണം. മറ്റേ പുള്ളി ഒരു ഒരു സോപ്പിട്ട് പോകുന്ന ആളാണ് എല്ലാവരെയും. അതെ, മറ്റേത് പുള്ളി എന്ത് പറഞ്ഞാലും ഇപ്പം കുടിവെള്ളം ഇല്ല, പുള്ളി അപ്പം തന്നെ ഫോൺ എടുത്ത് വെച്ചാൽ അപ്പം തന്നെ തീരുമാനം. അത് ജോർജിന്റെ അടുത്ത് ഒരു കാര്യം കൊണ്ട് ഞാൻ ഒരിക്കലും സാധിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചോദിക്കണത്, ഈ വേറെ ഇത് ഗുണകരമാകുമല്ലേ? ഈ CPM ഗുണകരമാകും തോന്നുന്നുണ്ട്. SDPI പറഞ്ഞതുപോലെ CPM വോട്ട് ചെയ്താൽ മഞ്ചേശ്വരത്ത് നേമത്ത് കഴിഞ്ഞ തവണ അവരവിടെ മഞ്ചേശ്വരത്ത് ഒരു മാറ്റം ഉണ്ടാവും. കാര്യം നേമത്ത് കഴിഞ്ഞ തവണ മുസ്ലിം വോട്ട് മുഴുക്ക അവർക്ക് തന്നെയാണ് കിട്ടിയത്. ഈ പ്രഖ്യാപനം പരസ്യമായതുകൊണ്ട് ഹിന്ദുക്കളിൽ ഉണ്ടാകുന്ന മാറ്റം. പിന്നെ ശബരിനാഥാണ്, മുരളീധരന്റെ അത്രയും വലിയ സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ മുരളീധരനിലേക്ക് പോയ വോട്ട് തിരിച്ച് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് വരും. കാര്യം രാജീവ് ചന്ദ്ര കുറച്ച് നല്ല ശക്തനായ കാൻഡിഡേറ്റ് ആണ്. പുള്ളിക്ക് അവിടെ ഉള്ള ഒരു വോട്ടും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം BJPയോടും SDPയോടും സഖ്യം ഉണ്ടാക്കാൻ ഈ പിണറായിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? രണ്ട് ധാരണയിൽ ഒരേ സമയം ഒപ്പിച്ചു പോകാൻ ഈ ലോകത്ത് വേറെ ഹിന്ദുക്കളുടെ വോട്ട് ചില മണ്ഡലത്തിൽ ഭിന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഇപ്പം നമ്മൾ പല മണ്ഡലങ്ങളും പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥികൾ, അവിടെയെല്ലാം അവർക്ക് കഴിയുന്നു. ഒപ്പം തന്നെ SDPയെ നിർത്തി അസാധാരണ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. ഞാൻ കരുതുന്നത് VN വാസവൻ 8 നിലയിൽ പൊട്ടുമെന്നാണ്. കാരണം നാട്ടകം സുരേഷ് അവിടെ പോയി നടത്തുന്ന ഒരു പ്രകടനമുണ്ട്. അതേപോലെ ശബരിമല വിവാദം, ശബരിമല ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രതിഫലിക്കും
ഭരിക്കേണ്ട മണ്ഡലം നിങ്ങൾ ഒന്ന് ഏറ്റുമാനൂർ. ഏറ്റുമാനൂരാണ്. കാര്യം അവിടെയാണ് ദേവസ്വം മന്ത്രിയാണ്. ഏറ്റുമാനൂർ അപ്പൻ. ഉണ്ട്. ഏറ്റുമാനൂർ അപ്പനുമായിട്ടുള്ള ഒരു ഇതുണ്ട്. അതെ, അതെ. ഏറ്റുമാനൂർ അപ്പനെ ചെറുതായിട്ട് കാണരുത്. അതെ. അവിടുന്ന് അവന്മാർ അതടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ഒരു ആളെ പറ്റി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് 2011 ഈ കൊടിമരത്തില് ഈ അത് കഴിഞ്ഞ് ഒരുപാട് പേര് അതിനെ കോണ്ടാക്ട് ചെയ്തു. യഥാർത്ഥത്തിൽ ബൈജു അല്ല ഐമനം രാജൻ എന്നാണ് ആ പുള്ളി അവിടെ ആയിരുന്നപ്പോഴാണ് ഈ ശബരിമലയിൽ ഇത് കൊടിമരം ചീത്തയാക്കപ്പെടുന്നത്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തതാണ്. ഇതേ വ്യക്തിയാണ് ഏറ്റുമാനൂർ സ്വർണ്ണ കൊടിമര കേസിലെയും പ്രതി. പുള്ളി അവിടെ ഇരുന്നാണ് ഏറ്റുമാനൂർ സ്വർണ്ണ കൊടിമരത്തിലുണ്ടായ അതേ വ്യക്തി ശബരിമലയിൽ വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇദ്ദേഹം ഏറ്റുമാനൂരിലെ ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കരുതെന്ന് പലരും അന്നത്തെ ദേവസ്വം ബോർഡിനോട് ഉപദേശിച്ചത്. അങ്ങനെ ഏറ്റുമാനൂരും ശബരിമലയായിട്ട് അങ്ങനെയും ഒരു വാസവൻ തോൽക്കാം, KN ബാലഗോപാൽ നോക്കാം, മന്ത്രി ഗണേഷ് കുമാർ നോക്കാം, മന്ത്രി വീണ ജോർജ് നോക്കാം. ഇവരെല്ലാം ഇത്തവണ വലിയ സജി ചെറിയാൻ ഇത് ബാധിക്കത്തില്ല. അത് ചെങ്ങന്നൂരിൽ പുള്ളിയുടെ ഒരു ലോകം പുള്ളി സൃഷ്ടിച്ചത് പുള്ളിയെ ബാധിക്കത്തില്ല. ബാക്കി എല്ലായിടത്തും ഈ സിറ്റുവേഷൻ ഉണ്ട്. അതെ, പുള്ളി ജനകീയ ഇടപെടലിലൂടെ ആളുകളെയൊക്കെ സംബന്ധിച്ചും അത് പുള്ളി നമ്മളോടാണേലും അതെ സ്കൂട്ടറിലാണ് പുള്ളി ഇപ്പോഴും അല്ല നമ്മളോടാണേലും. ഞാൻ അതിന് ശേഷം പുള്ളി എന്തോ ഒരു പരിപാടി വെച്ചു, ഏതൊരു പ്രോഗ്രാം വെച്ചു, അവിടെ വെച്ച് ആ പുള്ളി എൻ്റെ അണ്ണ ഇങ്ങനെ കിടന്ന് ഉപദ്രവിക്കരുത്, ലോഹ്യമാ കൈയിട്ടാ സംസാരിക്കുന്നത്. അതാണ് സജി ചെറിയാന്റെ പ്രത്യേകത. എനിവേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഗൗരവത്തോട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പിണറായി ഒളിച്ചോടി എന്ന് പറയുന്ന സംഭവം. അതായത് അതിന്റെ പശ്ചാത്തലം അത് ആദ്യം പിണറായി അല്ലേ സംവാദത്തിന് വിളിക്കുന്നത്. സംവാദത്തിന് തയ്യാറാണെന്ന് സതീഷ് എപ്പോഴും പറയുന്നതാണ്. പിണറായി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് നമുക്ക് സംവാദമാകാം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അത് വികസന സംവാദമാകാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ അപ്പം തന്നെ സതീശൻ പ്രതികരിച്ചു, സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ സംവാദത്തിന് മനസ്സുണ്ടെന്ന തലത്തിലാണ് പിണറായി സംസാരിച്ചത്. പക്ഷേ ഇന്നായപ്പോൾ പുള്ളി പറയുന്നത് ഫേസ്ബുക്കിലൂടെ സംവാദമാകാന്നാണ്. അപ്പൊ ബുദ്ധിമുട്ട് പുള്ളിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഈ ഫേസ്ബുക്കിലൂടെ സംവാദം പിണറായി വിജയൻ നോക്കേണ്ട കാര്യമില്ല. അതിന് നല്ല കാശ് കൊടുത്ത് നല്ല നമ്മുടെ കാശ് മുടക്കി ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. അതേപോലെ തോമസ് ഐസക്കിനുണ്ടായ അനുഭവം പിണറായി വിജയൻ അറിയാമല്ലോ. ഒരാൾക്കും വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരാൾക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ VD സതീശന്റെ അടുത്തൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ പയ്യൻ ആറന്മുളയിലെ അബിൻ വർക്കി ഇവരുടെ അടുത്തൊന്നും ഒരിക്കലും. അതേപോലെ VD സതീശൻ തോപ്പിച്ചത് തോമസ് ഐസക്കിനെയാണ്. തോമസ് ഐസക്കിന് സാമ്പത്തികമായിട്ട് നല്ല നോളജ് ഉള്ള വലിയ പണ്ഡിതനാണ്. എല്ലാം അരച്ച് കലക്കി കുടിച്ച ആളെയാണ് പുള്ളി തോപ്പിച്ചത്. അല്ല, VD സതീശൻ പഠിക്കും. ഞാൻ VD സതീശനെ പോലെ മറ്റൊരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് TM ജേക്കബിനെ. TM ജേക്കബ് എന്ത് സാധനവും പഠിച്ചേ സംസാരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് പറയാൻ TM ജേക്കബ് മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ഞാനത് അമൃത TVയിലായിരുന്നു. നമ്മൾ രാത്രി ഇങ്ങനെ സെക്രട്ടറിയിലെല്ലാം മന്ത്രിമാരെയും കാണാൻ പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ BT അനിൽകുമാർ. അങ്ങനെ ആദ്യമായിട്ടാണ് TM ജേക്കബിൻ്റെ അടുത്ത് പോയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കൂറാണ് പുള്ളിയോട് സംസാരിച്ചത്. അപ്പോൾ പുള്ളി അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ റേഷൻ കാർഡ് കൊടുക്കുന്ന ഒരു വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയിരുന്നു. അതെന്ന് പറഞ്ഞാൽ അന്ന് 5 ലക്ഷം റേഷൻ വകുപ്പിലെ അഴിമതി നിർത്തിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഉമ്മൻചാണ്ടി ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, 100 ദിവസത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പരിചയമില്ലാത്ത വകുപ്പാണ്, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് പുള്ളി അതിൻ്റെ എഫേർട്ട് എടുത്തതും അങ്ങനെ, അതായത് 2 ദിവസം കൊണ്ട് ഭക്ഷ്യവകുപ്പിനെ മുഴുവൻ പുള്ളി പഠിച്ചു. ഭയങ്കര മിടുക്കൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആകാശം ചലിപ്പിച്ചതെന്ന് പറഞ്ഞു. ആകാശവാണിയുടെ പ്രഭാത പേരിക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരു ബൈറ്റ് എടുക്കാൻ ചെല്ലുക. നമ്മുടെ മറ്റു നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ വരാൻ പറയും, പിന്നെ മറന്നുപോകും. ചെന്നിട്ട് ഞാൻ പറയും, ഞാൻ 10 മിനിറ്റ് നേരത്തെ അവിടെ ചെന്നു. പുള്ളി അവിടെ ഇല്ല. പുള്ളി എൻ്റെ ടൈം പാലിക്കാൻ വേണ്ടി പുള്ളി പുള്ളി വീട്ടിലേക്ക് വരും. അപ്പോൾ എന്നെ പരിചയമില്ല. നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചു ചോദിച്ചു, ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഉടൻ തന്നെ വന്ന ഉടനെ സെക്രട്ടറി വിളിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ആ ഫയൽ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അത് എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് പുള്ളി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന ഉടനെ എൻ്റെ മുമ്പീച്ചാണ് അതിങ്ങ് എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി അത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതേപോലെ അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ വേറൊരു മന്ത്രിയെ കണ്ടായിരുന്നു. അപ്പോൾ ആ വേറൊരു മന്ത്രി ഒരു വിവാദമായ വാർത്തയെക്കുറിച്ച് പറഞ്ഞു. അത് നിയമസഭാ ചോദ്യമാണ്. പുള്ളി നമുക്ക് ബുക്കൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബുക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ തരാൻ പാടില്ല, നിയമസഭയാണ് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിരട്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാതെ പോയി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നമ്മളിത് സൂചിപ്പിച്ചു. ആ പുള്ളി പറഞ്ഞു, ബുക്ക് എടുത്ത് വന്നിട്ട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ പ്രശ്നമൊന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ? പുള്ളി, ഒരു പ്രശ്നമില്ല, ഇത് പ്രിന്റ് ചെയ്ത് നമ്മളെ തന്നു കഴിഞ്ഞാൽ പബ്ലിക്കാണ്, നിങ്ങൾക്ക് കൊണ്ടുപോകാം, എനിക്ക് ചോദിച്ചാൽ വേറെ ബുക്ക് നിയമസഭയിൽ നിന്ന് തരണം എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ ലോ പോയിന്റ് ഒക്കെ പറയാം. വേറൊരു മന്ത്രി ഇത് തരാൻ മടിച്ചു. അല്ല, അതാണ് ജേക്കബ്. അപ്പം ജേക്കബിന്റെ അതേ ക്വാളിറ്റിയാണ് VD സതീശനുള്ളത്. VD സതീശൻ ജേക്കബ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തലത്തിലാണ്. ഉമ്മൻചാണ്ടിക്ക് മുകളിലാണ് ജേക്കബ് എന്നാണ് ഞാൻ കരുതുന്നത്. VD സതീശൻ ഓക്കെ, പഠിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ VD സതീശൻ മോശമല്ല. ജേക്കബ് എന്നുള്ളത് അക്കാലത്ത് പിള്ള മോശമായിരുന്നു. അതെ, മാണി സാർ മോശമായിരുന്നു. മാണി സാറ് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ല,
പക്ഷെ മാണി സാറിന് അറിയാവുന്ന പ്രായോഗികമായ സാമ്പത്തിക ശാസ്ത്രം ഇവർക്ക് ആർക്കും അറിയത്തില്ല. അറിയത്തില്ല. അപ്പം ആ ഒരു തലമുറ കടന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞു, ഈ പുതിയ തലമുറയിൽ അങ്ങനെ വിവരമുള്ളവരില്ലാതിരിക്കുമ്പോൾ അതെ. സതീശൻ അത്ഭുതമാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി, അത് ഏത് വിഷയമാണെങ്കിലും, അതേപോലെ ഈ പറയുന്ന പങ്കജനെ പറ്റിയും കെ പങ്കജൻ RSP, ആ. അന്ന് അദ്ദേഹത്തോടാണ് എല്ലാവരും പ്രതിപക്ഷവും എല്ലാം നിയമനിർമ്മാണം പങ്കേട്ടൻ. പങ്കെണ്ണൻ എന്നാണ് പറയുന്നത്. പങ്കെണ്ണൻ പുള്ളി അത് അന്ന് കരുണാകരൻ ഉൾപ്പെടെ ഉള്ളവർ ഇടതുപക്ഷത്താണെങ്കിൽ പുള്ളിയോട് സംസാരിച്ചിട്ടേ അതേപോലെ ആയിരുന്നു പിന്നീട് TM ജേക്കബ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഇദ്ദേഹം ഒരു പേടിച്ചു തൂറിയാണ് എന്ന് വ്യക്തമാണ്. ഒന്നും സ്വന്തമായിട്ട് പിണറായിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പരസ്യ സംവാദത്തിനില്ല. ആ അബദ്ധം പറ്റിപ്പോയി. ഇനി സംവാദമാകാൻ അത് പിണറായി അറിയുന്നുണ്ടോ? അവിടെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും എഴുതിയായിരിക്കുമല്ലോ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇവർ ചെയ്യുന്ന എല്ലാം അബദ്ധങ്ങളാണ്. അത് അയ്യപ്പനെ പറ്റിക്കാൻ നോക്കിയോ? എന്ത് ചെയ്താലും അബദ്ധമാണ്. ഇന്നലെ അങ്ങനെ സംവാദത്തിന് വിളിച്ചൊരു പോസ്റ്റ് ഇട്ട് VD സതീശനെ സംവാദം ഇല്ലാതെ തന്നെ വിജയിയാക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. അതേ ചെയ്യൂ. ഇനി നിങ്ങൾ നോക്കൂ രമേശ്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഏതെന്ന് ചോദിക്കും. പലർക്കും ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഞാൻ പറയും, വീട്ടിൽ പോയി ചോദിക്കട എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം ഇത് നമ്മുടെ ടീം പറയുന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ട് എവിടെ ചെന്നാലും പാർട്ടിക്കാരടക്കമുള്ളവർ വളരെ വികാരപരമായിട്ടാണ്. അവിടെ നിർത്തിയില്ലല്ലോ, പിന്നെയും പുള്ളി എന്തൊക്കെ ബഹളം വെച്ച, അതിന് ശേഷവും കുറെ ബഹളം ഉണ്ടാക്കിയില്ലേ, ഇറങ്ങിപ്പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ്. പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ അല്ല ഹാൻഡിൽ ചെയ്തത്, വളരെ കൂളായിട്ടാണ്. വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. ഇന്റലിജൻസിന്റെ ഒക്കെ റിപ്പോർട്ട് വന്നതാണ്. കഴിഞ്ഞ മുമ്പിലെ തവണ അദ്ദേഹം VS അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് മത്സരിച്ചതെങ്കിലും അപ്പോഴും പുള്ളി വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പുള്ളിയുടെ ഇമേജിനെ പറ്റി വലിയ ബോധവാനായിരുന്നു. അപ്പൊ അത്തരം ഇടപെടലാണ്, കുട്ടികളെ വിളിക്കുക, മറ്റേ ഇത്. ഇത്തവണ പുള്ളി പലയിടത്തും പൊട്ടിത്തെറിക്കുന്നു, അതും ഇലക്ഷൻ പ്രചരണ സമയത്ത്. അതോടെ പുള്ളി ഓർക്കണം, ഇതിന് മുമ്പ് കാട്ടിക്കൂട്ടിയതോ പുള്ളിയുടെ PR വർക്ക് നടത്തി, പുള്ളി എന്നെ കാറി വാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇത് തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടല്ലോ. യഥാർത്ഥ പിണറായിയുടെ മുഖവും എന്താണോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെ ദോഷമായി തീരും. അത് ചെയ്തത് കൊണ്ടാണ് ഇതിന് ഇത്രയും ആഘാതം വരുന്നത്. അതേസമയം ഈ ഒരു PR ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ പിണറായി ഇങ്ങനെയാ, പിണറായി പൊട്ടിത്തെറിക്കും എന്ന് പറയായിരുന്നു. പക്ഷെ പിണറായി അങ്ങനെയേ അല്ല. സ്വാത്വികനാണ്, നന്മ മരമാണ്, സ്നേഹമാണ്, കുഞ്ഞുങ്ങളെ ഉമ്മ കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനൊരു മുഖം ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത് പാളിയത്. അതേസമയം അങ്ങനെ ഉണ്ടാക്കില്ലായിരുന്നു. ഈ PR ക്യാമ്പയിൻ ചെയ്തില്ലായിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. പിണറായി ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഒരാള് ചോദ്യം ചോദിക്കുമ്പോൾ അത് പൊതുയോഗത്തിലായാൽ പോലും വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത് ഒട്ടും, അതും എത്ര ഇൻസ്റ്റന്റ് ആണ്. പുള്ളി പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരുത്തനൊരു ചോദ്യം ഉണ്ടെന്ന് ചോദിക്കുന്നു, ആ സെക്കൻഡിൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടരുവാണ്. അല്ല, ഇത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? അത് കാണിച്ചു, വേറൊരു വീഡിയോ വന്നിരുന്നു. പുള്ളി അടുത്തിരുന്ന ആളോട് ചോദിച്ചു കേട്ട് ചിരിക്കുക. ഇവൻ മോദി പോലും ഇങ്ങനെ കൈകാര്യം ചെയ്തില്ല. മോദി ഇങ്ങനെ ആയിരിക്കില്ല. അതെ, വേറെ നയതന്ത്രമായിരിക്കും പുള്ളിയുടെ വേറെ തന്ത്രമായിരിക്കും ഇത്. എന്നുവെച്ചാൽ ഇത് യഥാർത്ഥ പിണറായി ഇങ്ങനെയാണ്. പകയും അങ്ങോട്ട് നെഞ്ചിൽ കയറ്റി നടക്കുന്ന, ധാർഷ്ട്യം കണ്ട് നടക്കുന്ന പിണറായിയുടെ ഒരു ഇതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ തോതിൽ പിണറായി എവിടെല്ലാം ചടങ്ങിൽ പോയി പങ്കെടുക്കുന്നു അവിടെയെല്ലാം വെറുപ്പിച്ചിട്ട് പോകുന്നു. പിണറായി ഒന്നാമത്തെ കാര്യം നോക്കൂ, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് ഇപ്പൊ തന്നെ MLA-മാർക്ക് 2 ടേം ആണല്ലോ അവര് MLA-മാരാവാൻ. ഈ 3 ടേം ഇളവ് കൊടുത്തത് തന്നെ ജനകീയരായ പലരെയും മത്സരിപ്പിച്ച് അവരിലൂടെ മാക്സിമം അല്ല തോറ്റുപോയനെ. അല്ലെങ്കിൽ അവർ കഴിഞ്ഞ തവണത്തെ പോലെ 2 ടേം തന്നെ നടപ്പാക്കി അങ്ങനെ മാറ്റിയെടുത്ത്. ഉദാഹരണത്തിന് ഉടുമ്പൻചോല, അതെ, വലിയ MM മണി ആയിരുന്നേ ഉറപ്പാട്ടി ജയിക്കും. അതെ, MM മണിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ എൻ്റെ ഒരു ബന്ധു മരിച്ചുപോയി ഉടുമ്പൻചോല മണ്ഡലത്തിൽ. വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ നെടുങ്കണ്ടത്തിപ്പുറത്ത്. അപ്പോൾ ഈ സേനാപതി വേണു വന്നിരുന്നു. ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്ന ഈ സ്ഥാനാർത്ഥി സേനാപതി വേണു അവിടെ വെച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് കുറേ നേരം സംസാരിച്ചിട്ട് പോയി. ഞാൻ അവിടെ നമ്മൾ എവിടെ സ്ഥലത്ത് ചെന്നാലും ഞാൻ ജനങ്ങളുടെ പൾസ് അറിയാൻ വേണ്ടി സംസാരിക്കും. സകല മനുഷ്യരും വേണുവിന് അനുകൂലമാണ്. അവർക്കൊക്കെ മണിയെ ഇഷ്ടമാണ്. അപ്പം മണി തന്നെ പണി കൊടുത്തിരിക്കുക. കാരണം മണി പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മാത്രമല്ല അവനും ഷുഗറുണ്ട്, എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട്, ജയചന്ദ്രൻ എന്നേക്കാൾ കൂടുതൽ ഷുഗർ ഉണ്ടെന്ന് മണി പറഞ്ഞു. ഈ ജയചന്ദ്രൻ നേരത്തെ MLA ആയിരുന്നു. മാത്രമല്ല ഇയാൾ രോഗബാധിതനായതുകൊണ്ടാണ് സീറ്റ് മണിക്ക് കൊടുത്തത്. ആ പുള്ളിക്കാണ് വീണ്ടും സീറ്റ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഈ സേനാപതി വേണുവിനായിരിക്കും. വേണു അർഹിക്കുന്നുണ്ട്. പണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ച് പൊളിഞ്ഞു പോയതാ. സമ്മേളനത്തിൽ ഹിന്ദിയിലൊക്കെ സംസാരിച്ച് അല്ല, ഇയാൾ പൊളിഞ്ഞു പോയതാ. കഴിഞ്ഞ തവണ അയാൾ എനിക്ക് സീറ്റ് തരരുതെന്ന് പറഞ്ഞിട്ടാണ് മാറുന്നത്. പക്ഷെ ഇത്തവണയും അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമായിരുന്നു. അവസാനം നിർബന്ധം വന്നു, ജയിക്കണം, അതുകൊണ്ട് അയാൾ മത്സരിക്കണം. അപ്പം അതുപോലുള്ള മണ്ഡലങ്ങളെല്ലാം വലിയ മാറ്റം ഉണ്ടാവും. ഈവൻ രാജേന്ദ്രന്റെ സാന്നിധ്യം ദേവകുളത്ത്, ഇടുക്കിയിൽ മുഴുവൻ സീറ്റിലും
LDF പോകാനുള്ള സാധ്യതയുണ്ട്, മുഴുവൻ റോഷി അടക്കം. അതെ. ആ സമയം തിരിച്ചു പാലായി ജോസ് കെ മാണി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് ഷോൺ മാത്രമല്ല ഇതുണ്ടല്ലോ ഈ FCRA നിയമം. അതെ. നമ്മൾ സത്യം പറഞ്ഞ FCRA നിയമം പിന്നീട് ഒരു ദിവസം ചർച്ച ചെയ്യണം. FCRA നിയമം വലുതായിട്ട് ദോഷം ചെയ്യും BJP. നല്ല പേരെടുത്ത് വന്നതായിരുന്നു. എന്തുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഇത് മാറ്റി വെക്കും? ഒരാഴ്ച അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അല്ല, ഇത് കുറച്ച് ദിവസം മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് വന്നാണ് ഈ FCRA നിയമം. അല്ല, ഇപ്പോഴാണ് പാർലമെന്റ് വന്നത്. അല്ല, പക്ഷെ അത് കേരളത്തിൽ ഈ സമയത്താണ് ഇത് ചർച്ച. അല്ലല്ല, പാർലമെന്റ് വന്നത് കഴിഞ്ഞ ആഴ്ച 24-ാം തീയതിയാണ്, 25-ാം തീയതി പാർലമെന്റ് വന്നത്. അതെ. അപ്പോൾ ഇത് ഒരിക്കലും ഈ സമയത്ത് പാർലമെന്റ് വരരുതായിരുന്നു. ഇതിൻ്റെ അകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ കർക്കശമാണ്. ഒരാൾക്കും ഇപ്പോൾ നിയമവിരുദ്ധ പണം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഖത്തർ ഫണ്ട് നിന്നുപോയി, സൗദി ഫണ്ട് നിന്നുപോയി, ഈവൻ KP യോഹന്നാൻ്റെ ബിഷപ്പ് ബിലി അതൊക്കെ നിന്നുപോയി. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അതല്ല, നിലവിലുള്ള നിയമം തന്നെ അവർ കർശനമാക്കിയിട്ട് കുറേ നിബന്ധന കൊണ്ടുവന്നു. എനിക്കറിയാവുന്ന എൻ്റെ അനുഭവം ഞാൻ പറയാം. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ ട്രസ്റ്റ് ഞങ്ങൾ പണം ശേഖരിക്കുന്നത് മലയാളികളിൽ നിന്നാണ്. ഈ പണം ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ കേരളത്തിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മൾ അസുഖം ബാധിച്ച ഒരാളെ കിട്ടുന്നു, ഈ അസുഖം ബാധിച്ച ആളുടെ വിവരങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയുന്നു. അവർക്ക് ജനം ഒരു 5-6 ലക്ഷം രൂപ തരും. ഈ 5-6 ലക്ഷം രൂപ നമ്മളൊരു ചെക്ക് അവർക്ക് കൊടുക്കും. അപ്പം ഈ പറയുന്ന പാവപ്പെട്ട ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വേറെ ഒന്നുമില്ല, അവനതുകൊണ്ട് ചെക്ക് ബുക്ക് കൊടുക്കും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പൈസ തിരിച്ചു, അല്ല ഒരു മാസം കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അന്ന് വരെ ഈ മോദി വരുന്നത് വരെ FCRA നിയമം ബാധകമായിരുന്നത് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ്, വ്യക്തികൾക്ക് മാത്രം. ഇപ്പം ഈ ബാങ്കുകൾ സ്വീകരിക്കത്തില്ല. ഒരു വ്യക്തിക്ക് എന്തായാലും FCRA കിട്ടത്തില്ല. അപ്പം ഞങ്ങളത് നിർത്തി. ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇഷ്ടംപോലെ മലയാളികളുണ്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ഫണ്ട് ശേഖരിക്കും. ഞങ്ങൾ 15 കോടി രൂപ ഇതുവരെ ചിലവാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് പാവപ്പെട്ടവർക്ക് കിട്ടാൻ പറ്റുന്നില്ല. പകരം ഞങ്ങൾ അവിടെ നിന്ന് ആരും മരിച്ചാൽ അവരുടെ ബോഡി കൊണ്ടുവരാനുള്ള ചിലവ് അവിടെ കൊടുക്കും, അവിടെ ടിക്കറ്റ് കൊടുക്കും. ഒരാൾ മരിച്ചുപോയി, ആ ബോഡി കൊണ്ടുവരാൻ അവിടെ ഇംഗ്ലണ്ടിൽ മാത്രമായിട്ട് ഈ സഹായം ചുരുങ്ങി. അവിടുന്ന് ഇങ്ങോട്ടൊരു ബോഡി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഒരു ചിലവ് 7-8 ലക്ഷം രൂപയുണ്ട്. ആ ചിലവ് ഞങ്ങളങ്ങ് വഹിക്കും. കൂടാതെ അവിടെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒരു 5-6 പേരുണ്ട്, അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കും, ഒരു 10 ലക്ഷം രൂപയോളം. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ആയിരിക്കുന്നതിനിടയിൽ, അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഭീകര പ്രവർത്തനം, ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടിടയിൽ ഇവർ ഈ തെറ്റായ കുറെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്തൊക്കെയോ ഇപ്പം വന്നിരിക്കുന്നതനുസരിച്ച് സ്വത്ത് പിടിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞൊരു ഫണ്ട് ദുരുപയോഗിച്ചിട്ടുണ്ട്, ആ ഫണ്ട് പിടിച്ചെടുത്തോട്ടെ, ആ സ്വത്ത് തന്നെ പിടിച്ചെടുക്കാന്ന് പറഞ്ഞു. ഇപ്പം അവർ 1 കോടി രൂപ ഒരാൾ മേടിക്കുന്നു, ആ ഫണ്ട് ദുരുപയോഗിച്ച് അതിപ്പോഴും വകുപ്പുണ്ട് തിരിച്ചു പിടിക്കുക. അത് പഴയത്, ഇത് ആ കെട്ടിടത്തിന് ഇതിന്റെ ഒരു അംശം ചെലവാക്കി പോലും പിടിച്ചെടുക്കും. മാത്രമല്ല അത് പള്ളിയായിരിക്കാം, പള്ളിക്ക് പക്ഷേ ഇളവുണ്ടെന്ന് തോന്നുന്നു, പള്ളികൾക്ക് മാത്രം, ആരാധനാലയങ്ങൾക്ക് മാത്രം. അല്ല, അറിയില്ല, ഇപ്പൊ പറഞ്ഞിരിക്കുന്നതിന് താങ്കൾ പറഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചായിരുന്നു. ആരാധനാലയങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത ഒരാള് ഷോൺ ജോർജാണ്. ഷോൺ ജോർജ് വാസ്തവത്തിൽ റിയൽ ക്രിസ്ത്യൻ സ്പിരിറ്റാണ് അവിടെ സെല്ല് ചെയ്യുന്നത്. അയാൾ ആ ക്രിസ്ത്യൻ വോട്ടാണ് പിടിക്കുന്നത്. ഈവൻ അനൂപ് ആന്റണി ജോസഫ്, ഇവരൊക്കെ ക്രിസ്ത്യൻ വോട്ട് പിടിക്കാൻ ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ പരമ്പരാഗത BJP വോട്ട് കിട്ടും, അത് കിട്ടിക്കോട്ടെ. പരമ്പരാഗത BJP വോട്ടിൻ്റെ കൂടെ ഇതേപോലെ തന്നെയാണ് കിറ്റർ സാബുവിൻ്റെ അവസ്ഥ. എന്തിനാണ് ഈ പണി കാണിച്ചത് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും ഇത്തരമൊരു സാഹചര്യം അവര് BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തെ അങ്ങനെ ഒരു വലിയൊരു സ്ഥലമായി കാണുന്നില്ല. അതും ആയിരിക്കത്തില്ല. ഈ കേന്ദ്ര സർക്കാർ ഫംഗ്ഷൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ആ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ് ഓടിച്ചുകൊണ്ടുവന്നത്. ഇവർ വളരെ നയപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടുള്ളൂ. ഇതൊന്നും ഇവർ അറിഞ്ഞുപോലും കാണത്തില്ല. നേരത്തെ ഒരു പോളിസിയാണ് വിദേശ ഫണ്ട് നോർമലൈസ്. പാർലമെന്റിൽ വരുമ്പോൾ മന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്, അപ്പൊ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഈ മന്ത്രി അവതരിപ്പിച്ച മന്ത്രിക്ക് കേരളത്തെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവത്തില്ല. ഇത് മാത്രമല്ല, ഈ നിയമം ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിക്കാൻ പോകുന്ന ഹിന്ദുക്കളെ, ഏറ്റവും കൂടുതൽ ട്രസ്റ്റുള്ള ഹിന്ദുക്കൾക്ക് അമൃതാനന്ദമയ മഠത്തിലേക്ക് വരുന്ന തരം പണം ആർക്കും വരുന്നില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും ആഭ്യന്തരമന്ത്രി കേരളത്തിൽ വരുമ്പോഴേ ഇതിലൊരു വ്യക്തത വരുത്തുന്ന നിലപാട് പറയുമായിരിക്കും. പറഞ്ഞാൽ നല്ലത്. ഇപ്പം ജോർജ് കുര്യൻ്റെ പത്രസമ്മേളനവും ഷോൺ ജോർജിന്റെ പത്രസമ്മേളനമൊക്കെ ഞാൻ കണ്ടു. അവർക്കാർക്കും കൃത്യമായൊരു മറുപടിയില്ല. ആരെയും ബാധിക്കത്തില്ല, വ്യാജ പ്രചരണമാണെന്നൊക്കെ പറയുന്നല്ലാതെ കൃത്യമായൊരു മറുപടി. അതുകൊണ്ട് വലിയ വൈകാരികമായി തന്നെ എടുത്തു. ഇത് വലിയ തോതിൽ, അതായത് ഇന്നലെ ഒരുപാട് ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാവരും വന്നിട്ട് അത് വളരെ എല്ലാവരും വൈകിട്ട്. എന്തായാലും ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, BJP ഇത്തരത്തിൽ ബാധിക്കും. എന്തായാലും UDFന് അനുകൂലമായ അന്തരീക്ഷമുണ്ട്. പക്ഷെ പിണറായി വിജയന്റെ ഈ ഒളിച്ചോട്ടം, അത് സതീശനെ വെല്ലുവിളിച്ചിട്ട് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്. അയ്യപ്പന്റെ പണിയാണ് ഇതെല്ലാം, ചെയ്യുന്നതെല്ലാം അല്ലേ? കംപ്ലീറ്റ് അതല്ലേ. അതിനുശേഷം ചെയ്തതെല്ലാം അല്ല, എല്ലാ പരിപാടികളും അദ്ദേഹത്തിന്റെ ഈ പറച്ചിലും ധാർഷ്ട്യവും ഈ പത്രക്കാരുടെ അടുത്തുനിന്ന് അദ്ദേഹം സംസാരിക്കുന്ന തിരിച്ചു പോകുന്ന ഫോട്ടോ ഉണ്ടോ, ആ വീഡിയോ ഉണ്ടോ, അത് മുഖത്തുള്ള ക്രൗര്യമുണ്ടല്ലോ.
ഒരു മനുഷ്യത്വം ലവലേശമില്ലാത്ത ഒരു 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 ഭീകര ലുക്കിലാണ് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. അത് തന്നെ വലിയ കാര്യമാണ്. അങ്ങേരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റി എന്ന് പറയുന്നത്. പണ്ടാണ് ഒരാളും മിണ്ടത്തില്ല. കടക്കോ പുറത്ത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഒന്നുമില്ല. മിണ്ടാതെ ഇന്നിപ്പോ പത്രസമ്മേളനത്തിൽ ആരും അതിനെപ്പറ്റി ചോദിച്ചൊന്നുമില്ല. കാര്യം PM മനോജിന്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കേസ് ആയാലും കുഴപ്പമില്ല, നിന്നെ ഒന്ന് കാണണോ. ആലോചിക്കുക. ഈ PM മനോജിന്റെ മകൻ ഒരു 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 PR കമ്പനി ഉണ്ടാക്കിയിട്ട് സർക്കാരിൻ്റെ പല വർക്കുകളും എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രിയോട് അത് ചോദിക്കേണ്ടായിരുന്നു. ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം അതിനെപ്പറ്റി പേടിച്ചു പോയി കാണും. ഇവൻ ഈ പയ്യൻ കിടന്ന് നേരിട്ടുന്ന അറ്റാക്ക് വന്നപ്പോൾ പേടിച്ചു പോയി കാണും. അത് ഞാൻ പറഞ്ഞ PM മനോജിന്റെ മകൻ എത്ര രൂപയുടെ ഇടപാടുകൾ സർക്കാരിനോട് നടത്തുന്നുണ്ടോ? എല്ലാവർക്കും അഴിമതിയും പരിപാടികളാണ്. എന്തായാലും വളരെ രസകരമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ട്വിസ്റ്റുകളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ പിണറായി സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാം ചീറ്റിപ്പോകുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ടെന്ന കാര്യമുണ്ട്. അത് അയ്യപ്പൻ്റെ ഇടപെടൽ തന്നെ ആവും എന്ന ധാരണയിൽ നമുക്ക് എത്തേണ്ടി വരും. നന്ദി.